ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വീഡിയോ കൊല്ലം ജില്ലയിലെ ആയിരവില്ലി മഹാദേവ ക്ഷേത്രത്തിലെ നെടുങ്കുതിര എടുപ്പിൻ്റെ വിശേഷങ്ങളാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കുതിര എടുക്കാനുള്ള ആവേശത്തോടുള്ള ആർപ്പുവിളികളാണ് ഈ കണ്ടത്. കുതിര എടുക്കുന്നതിനുള്ള ആവേശത്തിനായി എല്ലാവരും കുതിരയടിയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെയാണ് കുതിര എടുക്കുന്നതിനായി അമ്പലത്തിൽ നിന്നും ആനയും ചെണ്ടമേളവും എല്ലാമായി കുതിരയടിയിലേക്ക് പോകും. കുതിരയടിയിൽ ചെന്ന് പൂജയൊക്കെ കഴിഞ്ഞ് ആചാര വെടി മുഴങ്ങിയതിന് ശേഷമേ കുതിരയെടുക്കാവൂ. എല്ലാ കൂട്ടുകാരും പരസ്പരം ചായങ്ങളൊക്കെ തേച്ച് പാട്ടൊക്കെ പാടി ഒത്തൊരുമിച്ച് ആർത്തുല്ലസിച്ചാണ് കുതിരയടിയിലേക്ക് പോകുന്നത്. കുതിര എടുക്കാനുള്ള ആവേശമാണ് അവർക്ക്, കാഴ്ചക്കാരായ നമുക്ക് കാണാനുള്ള ആവേശവും. ആയിരവില്ലി മഹാദേവൻ്റെ കുതിരയെടുപ്പെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വയൽ കടന്ന് അതിനുശേഷം പാലത്തിൽ കയറി അതിനുശേഷം കുത്തനേന്നൊരു കുന്ന് കടന്ന് അമ്പലത്തിനടുത്തെത്തുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ആ ബുദ്ധിമുട്ടൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടേ അല്ല. സന്തോഷത്തോടെ അവർ കുതിര എടുക്കാൻ തുടങ്ങി. ആ വീഡിയോ ആണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 2 ദിവസത്തെ ചെറിയ മഴയിൽ വയലിലെല്ലാം വെള്ളം കയറിയ പിന്നെ തൊളിയാണ്. ആ തൊളിയെല്ലാം ചവിട്ടി മെതിച്ച് അവർ ആർത്തുല്ലസിച്ച് തന്നെ കുതിരയെടുക്കാൻ തുടങ്ങി. കുതിരയെടുത്ത് അമ്പലത്തിൻ്റെ അടുത്തെത്തിക്കാനുള്ള വെപ്രാളമാണ് അവർക്ക്. കാണികളായ നമുക്കോ സങ്കടമായിരുന്നു. അത്രയും ചെളിയിലും ഇത്രയും വെയിറ്റുള്ള കുതിരയെ എടുത്തും കൊണ്ട് അവരെങ്ങനെ ഇങ്ങ് എത്തുമെന്നുള്ള ടെൻഷനായിരുന്നു നമുക്കെല്ലാവർക്കും. ഇത്രയും ബുദ്ധിമുട്ടിൽ കുതിര എടുക്കാൻ വന്നയാൾക്ക് പെട്ടെന്നൊരു വയ്യായ്മ തോന്നി. അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള തിടുക്കമായി എല്ലാവരും. ഒരുപാട് താമസിച്ചാണ് പാലത്തിനടുത്ത് വരെ കുതിര എത്തിച്ചത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. എങ്കിലും അവരുടെ മനസ്സിലൊരു വാശിയല്ല, അവരുടെ ഭക്തിയാണ്. എങ്ങനെയായാലും ഈ നെടുങ്കുതിര മഹാദേവൻ്റെ മുന്നിൽ എത്തിക്കണമെന്നുള്ളത്. എത്ര രാത്രിയായാലും വേണ്ടില്ല, കുതിര അവർക്ക് എത്രയും പെട്ടെന്ന് മഹാദേവൻ്റെ മുന്നിൽ എത്തിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. കാണികളായ നമുക്കും അങ്ങനെ തന്നെ. എല്ലാവരും ആർത്തുല്ലസിച്ച് ആർപ്പ് വിളികളും വായ്ക്കുരവകളും ആകെ ഒരു ഭക്തിസാന്ദ്രമായ നിമിഷമായിരുന്നു അവിടെ. എങ്ങനെയെങ്കിലും ആ കുതിര മഹാദേവൻ്റെ മുന്നിൽ എത്തിക്കണം, അതുമാത്രമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. രാത്രി ഒരുപാട് ഇരുട്ടി. ഏകദേശം ഒരു 9:30 അതുവരെ കുതിരയെടുപ്പുണ്ടായിരുന്നു. 9:30 ആയിട്ടും കുതിര അവർ കറക്റ്റ് മഹാദേവൻ്റെ മുന്നിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഇറക്കി വെച്ചത്. അത് വലിയൊരു സന്തോഷമായിരുന്നു എല്ലാവർക്കും.
ദേഹം മൊത്തം ചെളിയൊക്കെ നിറഞ്ഞെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ സമയം അതിക്രമിച്ചിട്ട് പോലും കൃത്യമായി മഹാദേവൻ്റെ മുന്നിൽ അവർ കുതിര ഇറക്കി വെച്ചു. ഈ കുതിരയെടുപ്പ് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത അടിപൊളി ഒരു വീഡിയോയുമായി കാണാം. ടാറ്റാ.